ഹായ് ഹലോ ഏഞ്ചൽ വോയിസിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ്, നിങ്ങളെ പ്രതി, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി എന്ത് എനർജിയിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകുന്നതെന്ന് നോക്കാം. നൈറ്റ് തോട്ടാണ് എടുക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഈ ഒരു സമയം, ഈ നൈറ്റിൽ എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ച് വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ എന്താണ് ചിന്തിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ച് വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ എന്താണ് ചിന്തിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്താണ് ചിന്തിക്കുന്നത്? എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ച് വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ ഈ നൈറ്റിൽ എന്താണ് ചിന്തിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഓവറോൾ എനർജി വന്നിരിക്കുന്നത് നിങ്ങളുമായിട്ട് പിരിഞ്ഞു പോയ നിമിഷം, അവിടെ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴും സ്റ്റക്കായി നിൽക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും നിങ്ങളെ വിട്ടു പോയപ്പോൾ നിങ്ങളുടെ പേഴ്സൺ വളരെ സന്തോഷിക്കുന്നുണ്ട്, അവർ ഒരുപക്ഷെ തേർഡ് പാർട്ടി സിറ്റുവേഷനോടൊപ്പം ഭയങ്കരമായിട്ട് അടിച്ചു പൊളിക്കുന്നു എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം. ഒരു പക്ഷേ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അവർ എന്തെങ്കിലും സ്റ്റാറ്റസോ മറ്റോ ഇട്ട് കാണിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഒരിക്കലുമല്ല. എന്ന് നിങ്ങൾ അവരിൽ നിന്ന് മാറിയോ അന്ന് മുതൽ അവർ ഡിപ്രഷനിലാണ്. അവർക്ക് ജീവിതത്തിൽ എന്തിനിറങ്ങി തിരിച്ചിരുന്നാലും അവർക്ക് നഷ്ടങ്ങളാണ് സംഭവിക്കുന്നത്, അവർക്ക് ഇഗ്നോറാണ് സംഭവിക്കുന്നത്, അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അവർ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു, തേർഡ് പാർട്ടിയോടൊപ്പം മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോഴും അവർ നിങ്ങളെയാണ് തിരിഞ്ഞു നോക്കുന്നത്. ഓക്കെ, അവർ പാസ്റ്റിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അവർക്കൊരിക്കലും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഇപ്പോഴും സ്റ്റക്ക് സിറ്റുവേഷനിലാണ് അവർ നിൽക്കുന്നത്. ഇവിടെ ലവേഴ്സിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങളോട് അവർക്ക് ഒരുപാട് സ്നേഹമുണ്ട് എന്ന് അവർ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. നിങ്ങളെ അവർ അത്രത്തോളം സ്നേഹിച്ചിരുന്നു. ഒരു പക്ഷേ തമാശയ്ക്ക് വേണ്ടിയിട്ടായിരിക്കാം തുടങ്ങിയത്. വിട്ടുപോയതിന് ശേഷമാണ് നിങ്ങൾ അവരുടെ ഹൃദയത്തിൽ ഇത്രത്തോളം കയറി പറ്റിയിട്ടുണ്ടായിരുന്നു എന്ന് അവർ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങളെക്കുറിച്ച് അവർ ഈ നൈറ്റിൽ ഓർക്കുന്നത് വളരെ വിഷമത്തിൽ കൂടിയാണ് അവർ ഓർക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് 5, 8, 4, 6, 9, 4, 11, 2 ആണ് വന്നിരിക്കുന്നത്. ഈ ഡേറ്റോ മന്തോ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണുമായിട്ടോ ഏതെങ്കിലും രീതിയിൽ റിലേഷൻ ഉണ്ടോ എന്ന് നോക്കുക. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഇവിടെ 8 ഓഫ് കപ്പ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ടു പോയിട്ട് നിങ്ങളും ഇതുപോലെ ഒരവസ്ഥയിൽ കൂടി ആയിരിക്കാൻ നിൽക്കുന്നത്. ഓക്കെ, നിങ്ങളെ ചീറ്റ് ചെയ്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിന്നും കടന്നു പോയത്. ഡെത്ത്, റിലേഷനെ അവസാനിപ്പിച്ച് എനിക്കിനി നിന്നെ വേണ്ട എന്ന് പറഞ്ഞ് ഈ റിലേഷനെ അവസാനിപ്പിച്ച് ഒരു ചീറ്റിംഗ് സംഭവിച്ചതിന് ശേഷമാണ് പോയത്. നിങ്ങളും ഈ ഒരു അവസ്ഥയിലായിരുന്നു. ഓക്കെ, മുന്നോട്ട് അനങ്ങാൻ പോലും വയ്യ. റിലേഷനിൽ എന്താണ്, നിങ്ങളെ ആരെങ്കിലും പിടിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ ജീവൻ ഉണ്ടോയെന്ന് പോലും അറിയുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ല നിങ്ങൾ. മാനസികമായും ശാരീരികമായും തളർന്നു പോയ ഒരു വ്യക്തി ആയിരുന്നു നിങ്ങൾ. ഓക്കെ, ഈ ഒരു അവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അതിനെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. അവരെ വിട്ടുപോയ സമയത്ത് നിങ്ങൾ എന്തുമാത്രം വേദനിച്ചു, നിങ്ങളെ ചീറ്റ് ചെയ്തു എന്നറിഞ്ഞപ്പോൾ നിങ്ങൾക്കുണ്ടായ വേദന എത്രമാത്രമായിരുന്നു എന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. ഇവിടെ 4 ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നു. നിങ്ങളുടെ പേഴ്സൻ്റെ ഉള്ളിൽ ഇപ്പോഴും ആ സ്നേഹം ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ പേഴ്സണായിട്ടായിരിക്കും നിങ്ങളിലേക്ക് കടന്നു വന്നതും സ്നേഹം തന്നതും. അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, നിങ്ങളിലേക്ക് കടന്നു വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും നിങ്ങളെ നീക്കിക്കളയുവാനോ അവരുടെ ചിന്തയിൽ നിന്ന് നിങ്ങളെ നീക്കിക്കളയുവാനോ കഴിഞ്ഞിട്ടില്ല. നിങ്ങളിലേക്ക് വന്നു ചേരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അതിന് ഒരു ഓഫറുമായി വരണമെന്ന് തന്നെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഒരുപാട് പ്രണയമാണ് ഇപ്പോൾ നിങ്ങളോട് തോന്നുന്നത്. ഓക്കെ, ഇത്രയും നാളില്ലാത്ത ഒരു പ്രണയം ഇപ്പോൾ നിങ്ങൾ ദൂരോട്ട് മാറിയപ്പോൾ അവർക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ സ്നേഹം പകുത്തു നൽകണം. ഇതുവരെ നൽകാത്ത സ്നേഹങ്ങൾ പകർന്നു കൊടുക്കുന്നു. ഓക്കെ, പകുത്തു കൊടുക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ബാലൻസിങ്ങിൽ വരണം. നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും സ്നേഹം ബാലൻസിങ്ങിൽ വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ വെയിറ്റിംഗ് ആണ്. എന്തിനാണ് നിങ്ങളുടെ പേഴ്സൺ വെയിറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. 9 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നത്? എൻ്റെ വ്യൂവേഴ്സിനെ പ്രതി, വ്യൂവേഴ്സിൻ്റെ റിലേഷൻഷിപ്പിനെ പ്രതി നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരുന്നതിന് വേണ്ടിയിട്ട് പേഴ്സൺ വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ വെയിറ്റ് ചെയ്യുന്നത്. വെയിറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളെ ഇതുപോലെ ചീറ്റ് ചെയ്തിട്ട് നിങ്ങളെ വേദനിപ്പിച്ച് പോയൊരു വ്യക്തി വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. നിങ്ങളുടെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക്
കമ്മിറ്റ്മെൻറ്റ് തരാൻ പറ്റുള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് തിരിച്ചു വന്ന് നിങ്ങൾ കോൾ മെസ്സേജ് ചെയ്യുന്നു എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് കോൾ ചെയ്യുന്നു എന്ന് വിചാരിച്ച് അവർ പെട്ടെന്ന് വരത്തില്ല. കാരണം എന്തെങ്കിലും ചതിയുണ്ടോ, അവർക്ക് നിങ്ങളെ വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം അവർ ചതിച്ചതുപോലെ ഇനി നിങ്ങൾ ചതിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിലുണ്ട് എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നിങ്ങളെ ഇഗ്നോർ ചെയ്യുമോ എന്ന് അവർ ഭയപ്പെടുന്നുണ്ട്. ഓക്കെ, നിങ്ങളിലേക്ക് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈഗോ കൂടും. ഓക്കെ, നിങ്ങൾ അവരെ ഇഗ്നോർ ചെയ്യും എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ പേഴ്സണ് ഇപ്പോഴുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അവരുടെ അടുത്ത് നിങ്ങളുടെ കാല് വന്ന് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈഗോ കൂടും. ഈഗോ കൂടിക്കഴിഞ്ഞാൽ ശരിയാകില്ല എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ വെയിറ്റ് ചെയ്യുകയാണ്. പേജ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളെ ഒളിഞ്ഞു നോക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ സോഷ്യൽ മീഡിയാസിലോ അല്ലെങ്കിൽ ഫേക്ക് ഐഡിയിലൂടെ നിങ്ങൾ നോക്കുന്നുണ്ട് അല്ലെ, അന്വേഷിക്കുന്ന ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ ജഗിൾ ചെയ്യുകയാണ് നിങ്ങളുടെ പേഴ്സൺ. നിങ്ങൾക്ക് മെസ്സേജ് അയക്കണമോ വേണ്ടയോ എന്നുള്ളൊരു കാര്യത്തിൽ ജഗിൾ ചെയ്യുന്ന ഒരു എനർജിയാണ്. ഓൺ ആൻഡ് ഓഫ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിൽ കൂടി ആയിരിക്കും നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ പുറം രാജ്യത്തുള്ള വ്യക്തിയായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളും പുറം രാജ്യത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. വിദേശങ്ങളിലായിരിക്കാം നിങ്ങൾ ഉള്ളത്. ഓക്കെ, അപ്പം ഈ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ഒരുപാട് സ്നേഹമാണ്. നിങ്ങളിലേക്ക് കടന്നു വരണം, നിങ്ങൾക്ക് കോൾ മെസ്സേജ് ചെയ്യണമെന്നുണ്ട്. ഓക്കെ, അവർ ഫേക്ക് ഐഡിയിലൂടെയൊക്കെ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. മറ്റു ചില വ്യക്തികളിൽ കൂടി മെസ്സേജ് അയക്കണോ വേണ്ടേ എന്നൊക്കെയുള്ള ഒരു ചിന്ത അവർക്ക് ഉണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ ഓവറോൾ എനർജി ഇവിടെ 5 ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നത്? 5 ഓഫ് കപ്പിൻ്റെ എനർജി പറയുന്നു നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴും സ്റ്റക്ക് സിറ്റുവേഷനിലാണ്, ഇവിടെ തന്നെ നിൽക്കുകയാണ്. നിങ്ങളെ വിട്ട് പോകാനൊക്കെ അവർ തയ്യാറായി, എല്ലാം അവസാനിപ്പിച്ച് പോകാൻ നോക്കുന്നെങ്കിലും ഇപ്പോഴും അതേ സ്ഥലത്ത് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത്. മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പോഴും നിങ്ങൾ അവരുടെ മനസ്സിൽ ഉണ്ട്. ഓക്കെ, അപ്പം ഈ എനർജിയാണ് നിങ്ങളുടെ പേഴ്സണ് ഈ ഒരു നൈറ്റിൽ ഉള്ളത്. റീയൂണിയൻ ഉണ്ടാകുമോ എന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സണുമായിട്ട് ഒരു റീയൂണിയന് സാധ്യതയുണ്ടോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഒരു റീയൂണിയന് സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും റീയൂണിയന് സാധ്യതയുണ്ട്. ഒരു വിജയത്തിൻ്റെ, ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുമായിട്ട് റീയൂണിയൻ സാധ്യതയുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് എന്താണ്? ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് മെസ്സേജാണ് എൻ്റെ വ്യൂസിന് നൽകാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങളിലേക്ക് കടന്നു വരണമെന്നും നിങ്ങളുമായിട്ടൊരു ഗ്രോത്ത് വേണമെന്നും നിങ്ങൾക്ക് കോൾ മെസ്സേജ് ചെയ്യണമെന്നും അവർ ആഗ്രഹിക്കുന്നു. നിങ്ങളെ ഒരുപാട് അവർ സ്നേഹിക്കുന്നു എന്നുള്ള ഒരു മെസ്സേജാണ് അവർക്ക് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു എന്നുള്ളൊരു മെസ്സേജാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് റീഡിങ്. അപ്പം നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജാണ്. ഓക്കെ, എല്ലാവരും സന്തോഷത്തോടു കൂടി ഇരിക്കുക. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരും. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.